എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് നോക്കുക. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 1418 രൂപയും അതുപോലെ SC ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ 50 രൂപയുമാണ് ഈ ഒരു അഡ്മിഷൻ ഫീസ് ഇനത്തിൽ വരിക. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ പെർമനന്റ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു അതായത് കോളേജിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ, അതായത് ഒന്നാമത്തെ ഓപ്ഷനല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്ഥിരം പ്രവേശനമോ അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനമോ നേടാനുള്ള സൗകര്യമുണ്ട്. ഇതിനായിട്ട് മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് ടെമ്പററി അഡ്മിഷൻ സെലക്ട് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ടെമ്പററി അഡ്മിഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം ഫീ പേയ്മെൻറ്റ് ഓൾറെഡി അടച്ചിട്ടില്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അവിടെയുള്ള ഈ ഒരു അഡ്മിഷൻ മോഡ് എന്നുള്ളത് ഇത് ടെമ്പററി ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം കോളേജിനെ അറിയിച്ച് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് അത് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറയുക. അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ്, അത് നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് കൺഫർമേഷൻ സ്ലിപ്പ്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിലും സെയിം ഓപ്ഷൻ തന്നെയാണ് കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൽ സ്ഥിര പ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായി അപേക്ഷ ലോഗിൻ ചെയ്യുകയും അതിനുശേഷം മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് പെർമനൻറ്റ് സെലക്ട് ചെയ്ത ശേഷം കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് നിങ്ങൾക്ക് സ്ഥിര പ്രവേശനം നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രവേശനം എടുത്തതിൻ്റെ തെളിവായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്നും ചോദിച്ചു വാങ്ങണം. അതുപോലെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്ലിപ്പ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പ്രവേശനം എടുക്കുന്നവർ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം വെരിഫൈ ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു പ്രവേശനം വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതായത് ഈ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷൻ അത് വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഈ ഒരു വിഭാഗങ്ങൾക്കായിട്ടുള്ള ഒന്നാമത്തെ പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രവേശനത്തിൽ തുടരാൻ സാധിക്കുന്നതാണ്. അതായത് ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഈ ഒരു SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതുവരെ താൽക്കാലികമായിട്ട് തുടരാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്ഥിര പ്രവേശനം നേടണമെന്നുണ്ടെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നേരിട്ട്, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 25 വൈകുന്നേരം 4 മണിക്കുമായിട്ട് കോളേജിൽ നേരിട്ട് ഹാജരായി പ്രവേശനത്തിന്, അതായത് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്മിഷൻ മോഡ് ടെമ്പററി എന്ന് സെലക്ട് ചെയ്യുകയും കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ വെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക്, അതായത് ആ ഒരു വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടും. അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് നിങ്ങളവിടെ അഡ്മിഷൻ എടുത്തു എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിര പ്രവേശനമാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത ശേഷം, അതായത് അഡ്മിഷൻ ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അഡ്മിഷൻ മോഡ് പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ള സെലക്ട് ചെയ്യുകയും അതുപോലെ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ നേടുന്നത്
അവിടെ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അവിടെ ആ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുകയും അഡ്മിഷൻ ടൈമിൽ എത്ര രൂപയാണ് ഫീസായിട്ട് അടക്കേണ്ടത് ആ ഒരു ഫീസ് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ആ ഒരു ഫീസൊക്കെ അടച്ച് പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ജൂൺ 25 മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മുൻപത്തെ സെയിം ഓപ്ഷൻ തന്നെയാണെങ്കിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളടുത്ത് സ്ഥിര പ്രവേശനത്തിനായിട്ടുള്ള പെർമനൻറ്റ് എന്നുള്ള ഇത് സെലക്ട് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ കോളേജിൽ നേരിട്ട് ഹാജരായി നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ സ്ഥിര പ്രവേശനം നേടുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്താലും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കുന്നതാണ്. കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കാനായിട്ട് വിദ്യാർത്ഥി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ് വേണ്ടത്. അതായത് ഓൺലൈനായിട്ട് കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോ, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്, അതായത് SLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. നിങ്ങളുടെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ കേരള ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ ഈ ഒരു അതായത് ഹയർ സെക്കൻഡറി, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ HSC, VHSC, THSC, CBSE, CISE എന്നിങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ ഒഴികെ വേറെ ഏതെങ്കിലും ബോർഡാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിന് പുറത്താണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് +2 പഠിച്ചതെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു അതായത് നിങ്ങൾ SCBC അതായത് OBC ഒക്കെ ഉൾപ്പെടുന്നതാണ് SCBC. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് EWS കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റേജ് ഉണ്ടെങ്കിൽ ആ ഒരു ബോണസ് മാർക്കോ വെയിറ്റേജ് മാർക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് വേണം നിങ്ങൾ അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ ലഭിച്ചവർക്കും ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ അടക്കേണ്ട ഫീസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 1410 അത് 18, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് 50 രൂപയുമാണ് ഫീസ്. അപ്പോൾ ആ ഒരു ഫീസ് അടക്കുകയും അലോട്ട്മെൻറ്റിൽ മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം അഡ്മിഷൻ മോഡ് പെർമനൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ മോഡ് ടെമ്പററി എന്നുള്ളത് സെലക്ട് ചെയ്ത് ടെമ്പററി അഡ്മിഷൻ എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ ടെമ്പററി അഡ്മിഷന് വിദ്യാർത്ഥികൾ കോളേജിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി എന്നുള്ളത് സെലക്ട് ചെയ്യുകയും കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ വെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ ഈ വർഷത്തെ തേർഡ് അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂൺ 28 പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.